ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഭാമ വിശ്വസിച്ചിരിക്കുകയാണ് ശ്രുതി പറഞ്ഞ കള്ളങ്ങളെല്ലാം തന്നെ. അങ്ങനെ ഭാമ ലഡുവുമായിട്ട് വരുന്നുണ്ട്, അവർക്കൊക്കെ ലഡു കൊടുക്കുകയാണ്. അങ്ങനെ ലഡു കൊടുക്കുന്നത് ശ്രുതിക്കും അതുപോലെ രവീന്ദ്രനും പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്കും. മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, നീ നിന്റെ ലഡുവും കൊണ്ട് പോവാൻ നോക്കി, ഇന്നാ എടുത്തോ. അപ്പോൾ എടി നീ എന്താടി ഇങ്ങനെയൊക്കെ, ശ്രുതി പറഞ്ഞത് സത്യമാടി എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഭാമയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ശ്രുതിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എൻ്റെ ഭാര്യയാണ് അവൾ, എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ, നീ കൊണ്ടുവന്ന് ഈ പടി കയറുമ്പോൾ ഞാൻ ഈ പടി വീട്ടിൽ നിന്ന് ഇറങ്ങും, അത് ഉറപ്പാണെന്ന് പറഞ്ഞ് ചന്ദ്ര ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനും പറയുകയാണ്, എടി ചന്ദ്രേ, നീ അവനോട് ഇങ്ങനെയൊന്നും പറയല്ലേ, അവർക്ക് എത്ര വിഷമം ഉണ്ടാകും, എന്തായാലും നമുക്ക് അമ്മ വരുന്നുണ്ടല്ലോ, അമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാമെന്ന് പറയുമ്പോൾ, അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാകില്ല, അവളെ കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചന്ദ്ര നിൽക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞങ്ങനെ. അപ്പോൾ ശ്രുതി പെട്ട രീതിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിനെയും വർഷയും കാണിക്കുകയാണ്. അവർ റൂമിൽ അങ്ങനെ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ട്, വർഷ അങ്ങനെ കട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛമ്മ കൂടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ വർഷയുടെ കൂടെ. എന്നിട്ട് ഗർഭകാലത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രസവവേദന എന്ന് പറയുന്ന സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന തന്നെയായിരിക്കും, അത് പിന്നെ സ്ത്രീകൾ സഹിക്കുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് അവിടെ നിന്നും പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വിധത്തിൽ നമ്മുടെ വർഷയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരികയാണ്. അതിൻ്റെ ഇടയിൽ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവനങ്ങനെ പേടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണെങ്കിലും നമ്മുടെ വർഷ ചോദിക്കുന്നു, നല്ല വേദന ഉണ്ടാകും അച്ഛമ്മ, പിന്നെ നല്ല വേദന തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛമ്മ ഇത് അവിടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പൊക്കോളാം. അപ്പോഴേക്കും രേവതി വിളിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര നിന്നെ സൂക്ഷിച്ചില്ലെങ്കിലും രേവതി നിന്നെ നോക്കിക്കോളും, അവൾക്കെല്ലാം അറിയാം. പിന്നെ മോള് ശരീരമൊക്കെ ഇളകാതെ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന നേരത്തിന് വെള്ളം കുടിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അച്ഛമ്മ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അച്ഛമ്മ. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സച്ചി ആണെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് നീ ഇവിടെ വന്ന് ഇരിക്കടാ എന്ന് പറയുന്നുണ്ട് അച്ഛമ്മ. നിനക്ക് വേദനിച്ചോ? പിന്നെ വേദനിച്ചില്ലേ? ചെവിടെ ഇങ്ങ് പിടിച്ച് പറഞ്ഞു പോരുന്നു തോന്നിപ്പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പലപ്പോഴായിട്ട് സ്വപ്നം കാണാറ്, നിങ്ങളുടെ കുഞ്ഞിനെ മടിയിലെടുത്ത് ഞാൻ ലാളിക്കുന്നതൊക്കെ. അത് നടക്കാതെ വന്നപ്പോൾ ചെയ്തതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല അച്ഛമ്മ, ദൈവം കൂടി തുണയ്ക്കണ്ടേ എന്ന് പറയുകയാണ്. അത് ശരിയാണ്. എന്തായാലും നീ നമ്മുടെ നാടിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, അയ്യോ ഇവിടെ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല, പണി ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. എന്തായാലും മക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ എന്നൊക്കെ, എത്രയും വേഗം മക്കൾക്കൊരു കുഞ്ഞുണ്ടാവട്ടെ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ ബാമാൻ്റിയോട് പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ച് കാണില്ലേ? ഇതുവരെ നിനക്കൊരാൾ പോലും വിളിച്ചില്ലല്ലോ, അതിനെപ്പറ്റി എനക്കോ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബാമാൻ്റി പറഞ്ഞത് ശരിയായി പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവർക്ക് വിശ്വാസം വന്നു കാണില്ല. എങ്ങനെ വിശ്വസിക്കാനാണ്, നീ വായെടുത്താന്നോണല്ലേ പറയുള്ളൂ, അതുകൊണ്ട് അവർക്ക് അറിയാമെന്നിങ്ങനെ നമ്മുടെ മീര പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതിന് ശേഷം എന്തായാലും ഒരു സൂത്രം കൂടി ഇതിൻ്റെ ഇടയിൽ പ്രയോഗിക്കണം, എന്നാലേ അത് നടക്കുള്ളൂ. നമുക്ക് എന്തായാലും രേവതിയുടെ അനിയത്തി വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് നമുക്ക് അവൾ കേൾക്കുന്ന രീതിയിൽ, അവളെന്തായാലും നമ്മളോട് ചോദിക്കുമല്ലോ എന്താ ഇവിടെ വന്നതെന്ന്, അപ്പോൾ അവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കണം. അവളെന്തായാലും അവളെ ചേച്ചി വിളിച്ചറിയിക്കാതിരിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു വഴിക്കും കൂടി നോക്കാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇവളെ തന്നെയാണ് ശ്രുതി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അരികിലായിട്ട് അച്ഛനുമുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ സച്ചി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താ അച്ഛൻ എന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോൾ, എടാ സന്തോഷിക്കേണ്ട ഒരു സമയം തന്നെയാണിത്, പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല. എന്താ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ശ്രുതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അവർ രണ്ടുപേരും അറിയുകയാണ്, രേവതിയും അറിയുന്നുണ്ട്. അപ്പോൾ രേവതി ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെ അവളെ ഇവിടേക്ക് കൊണ്ടുവരും, അത് പറ്റുന്നില്ല. ചന്ദ്രയാണെങ്കിൽ അതിനൊട്ടും സമ്മതിക്കുന്നില്ല. അപ്പോൾ ചന്ദ്ര ഇത് കേൾക്കുന്നുണ്ട് മറിഞ്ഞു നിന്നിട്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അച്ഛമ്മയോട് നമുക്ക് വിവരം പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആലോചിച്ചിങ്ങനെ നിൽക്കണം, അവർ സംസാരിച്ച് നിൽക്കണം. കേട്ടിട്ട് ചന്ദ്ര എവിടേക്ക് വരികയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തീരുമാനിക്കേണ്ട. അവള് മുത്തം കള്ളിയാണ്, അവൾ ഇതൊക്കെ അടവാണ്, അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് കയറി പറ്റാൻ അവൾക്ക് പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ ഒരു നുണ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവിടെയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് അവൾക്കറിയാം, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കളവ് പറഞ്ഞത് എന്നിങ്ങനെ
മേലാൽ ഇതിവിടെ ആവർത്തിക്കരുത്, അമ്മ അറിയാനും പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അറിയാലോ ഞാൻ ഈ വീട്ടിലുണ്ടാകില്ല, നിങ്ങളെന്നെ കാണുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ചന്ദ്ര പോവുകയാണ്. അപ്പം സച്ചി പറയുന്നുണ്ട് വേണ്ട അച്ഛാ, അമ്മയുടെ കൂടെ നിൽക്കാം, നമുക്ക് എത്രയായാലും അമ്മയല്ലേ വലുത് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് രാത്രി സമയത്ത്. എങ്ങനെയായാലും അമ്മയെ അറിയാതെ അച്ഛമ്മയോട് ഒരു കാര്യം പറഞ്ഞോളൂ, പിന്നെ അച്ഛമ്മ എന്തായാലും ശ്രുതി എങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോളും എന്നൊക്കെ അങ്ങനെ ആലോചന നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ചന്ദ്രയുടെ അരികിലേക്ക് അച്ഛമ്മ വരികയാണ്. അല്ലടി ശ്രുതി വിളിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ വിളിച്ചായിരുന്നു അമ്മേ, എന്നെ വിളിച്ചായിരുന്നു, എന്നിട്ട് എന്താ എനിക്ക് ഫോൺ തരാഞ്ഞ് എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ അത് പിന്നെ അവൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു സമയത്ത് ബാംഗ്ലൂരൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ട് അവൾക്ക് വരാമായിരുന്നു എന്നിങ്ങനെ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എവിടെ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ അവൻ റൂമിൽ കാണാം അമ്മ എന്ന് പറയാൻ. എടാ ശ്രുതി ഇങ്ങോട്ട് വന്നേടാ എന്ന്, ഇത്ര നേരത്തോടെ റൂം കയറി അടച്ചുറങ്ങാൻ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി എങ്ങനെ അടിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അച്ഛമ്മ അറിയാത്ത ആ രഹസ്യം സൂക്ഷിക്കാനൊക്കെ അവരിങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.